എനിക്കും ആവാട്ടൊരു സംരംഭക. അത് ഞാൻ വെറുതെ എന്തിനാ ഈ പാടത്തും പറമ്പല്ലും ഒക്കെ നടന്നിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടിയിട്ട് ഇത് പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. എന്നെ വിളിച്ചിരുന്നു അല്ലേ? എന്തായാലും നന്നായി. ഉഷയ്ക്ക് മാത്രമല്ല നമ്മുടെ മറ്റ് കസ്റ്റമേഴ്സിനും കൂടിയും ഉപകാരപ്രദമാവും വിധത്തിൽ ഞാൻ ഇതൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് സനൂപിനെ ഏൽപ്പിക്കേണ്ടത്. ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇതിനെ കുറിച്ച് എൻക്വയറി നടത്തിയിരുന്നു. എങ്ങനെ അത് ജൈവവളം ഉണ്ടാക്കി ഉൽപ്പാദനം വിൽക്കാൻ പറ്റുന്നത്. നമ്മൾ അതിനുള്ള ഒരു ടോട്ടൽ സൊല്യൂഷനാണ് നമ്മുടെ ഉള്ളത്. എന്ന് വെച്ചാൽ സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിന് വളരെ ലളിതമായ രീതിയിലുള്ള പൊടിക്കുന്നൊരു മെഷീനും മിക്സിങ്ങിൻ്റെ ഒരു യൂണിറ്റും അതുപോലെ നമുക്കത് ചാക്കിലാക്കി കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റാണ് നമ്മുടെ ഉള്ളത്. സാധാരണ ഫാമുകളിൽ കാണുന്നത് പുഷേച്ചറോട് ഉണ്ടോ അറിയില്ല, ചാണകം വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണാതെ എങ്ങനെ മാനേജ് ചെയ്യും എന്താ ചെയ്യാന്ന് അറിയാത്ത പല ആൾക്കാരുണ്ട്. ഞങ്ങള് പരത്തിയിട്ടിട്ട് പൊടിക്കാനപ്പോ എന്ത് ചെയ്യും? പൊടിക്കുക വല്ല കല്ലുണ്ട് അതിനൊക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള പണികളാണ്. നമ്മളിപ്പോ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ടെക്നോളജി മാറി സ്വന്തമായിട്ടുള്ളൊരു യൂണിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൾവറൈസറാണ്. BT ഹരിതം മാനുവർ പൾവറൈസർ എന്ന് പറയും. ഇതിൽ നമുക്ക് ഈ ചാണകപ്പൊടി കൂടാതെ ചാണകം കൂടാണ്ട് ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, പിന്നെ കൂടാതെ ഇത്തിള്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിതിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിൽ നോർമലി ഒരു 2 HP മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഈ ഡ്രമ്മിനകത്താണ് അതിന്റെ പൊടിക്കുന്ന സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ ഔട്ടറിൽ കൂടെ ഇതിന്റെ പൊടി പുറത്തു വരും. നമുക്കതൊരു സാധാരണ ഒരു പാത്രം വെച്ച് അതിലേക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇതിൽ എല്ലാ ഐറ്റങ്ങളെല്ലാം പൊടിച്ചെടുത്ത് അടുത്തൊരു പരിപാടി പറഞ്ഞാൽ നമുക്കത് കൂടി മിക്സ് ചെയ്യണം. കാരണം നമ്മളൊരു നല്ല റേഷ്യോ ഉള്ളൊരു വളം ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നും കൃത്യമായ രീതിയിൽ മിക്സ് ചെയ്യണം. അത്തരത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു മിക്സർ യൂസ് ചെയ്യുന്നത്. ഇപ്പം കാണിച്ചൊരു മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ഫേസ് ലൈനിൽ ഓടുന്നതാണ്. സാധാരണ വീട്ടിലത്തെ കറണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും സിംഗിൾ ഫേസിൽ തന്നെ. ഇതും അതുപോലെ തന്നെ സിംഗിൾ ഫേസ് കറണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തുറന്നിട്ട് വേണം ഇതിനകത്ത് ആ മിക്സ് ചെയ്യാനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതിലേക്ക് ഇടുക ചെയ്യുന്നത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് അടച്ചു വെക്കുക. ക്ലോസ് ചെയ്തതിനു ശേഷം മോട്ടോർ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അതിന്റെ മിക്സിങ് നടക്കും. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഔട്ട് എടുക്കാം. തുറന്നു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത ആ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ഇതുവഴി പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വന്ന് വീഴുന്നതിനെയാണ് ചാക്കിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അളവ് നോക്കി ചാക്കിലാക്കിയതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് തുന്നലാണ്. സാധാരണ നമ്മൾ ചാക്കിന്റെ തുന്നണ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെറിയൊരു മെഷീനാണത്. ഇത്തരം മെഷീൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ മുകളിൽ പിടിച്ചു കൊടുത്തിട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് അതേപടി തുന്നി മറ്റു സൈഡ് കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിനെ നമുക്കൊരു ബ്രാൻഡാക്കിയിട്ടും കൊടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് അടുത്തൊരു കാര്യം, ഇതുപോലെ ചാക്ക് നമ്മൾ അതും വേണമെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ള ലോഗോ വെച്ചിട്ടുള്ള ചാക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എല്ലാ ആട്ടിൻകാഷ്ടവും അതുപോലെ കോഴിക്കാഷ്ടം, ചാണകം എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു സമ്മിശ്ര വളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെടികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊടിയായിട്ടുള്ള രൂപത്തിലാവുമ്പോൾ പെട്ടെന്ന് അത് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലാനും അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് ചെടികളിൽ കാണാനും നമുക്ക് സാധിക്കും. കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ട് പല സംരംഭകന്മാരും സംരംഭകകളും അവർക്ക് സ്വന്തമായിട്ട് പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ്, ആ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പാലിനെ കേന്ദ്രീകരിച്ചിട്ടാവട്ടെ മറ്റ് ജൈവവളങ്ങളെ കേന്ദ്രീകരിച്ചാവട്ടെ പല പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു സംരംഭം തുടങ്ങും ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ജൈവവളം കൃഷിക്കാർക്ക് കൊടുക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവിടെ പല ജൈവവളങ്ങളും കിട്ടുന്നത് ധാരാളം ഇമ്പ്യൂരിറ്റീസും മണ്ണും ഒക്കെ ചേർന്നിട്ടാണ് കിട്ടുന്നത്. അതില്ലാതെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് നല്ല വളം കൊടുക്കാമെന്ന് മാത്രമല്ല, ഒരു സംരംഭകനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരം മെഷീനറികൾ. ഇത് വളരെയധികം ചിലവുള്ള സംഭവമൊന്നുമല്ല. നമുക്കിതിന് വേണ്ട ലോൺ കിട്ടും. ഇപ്പം ഇത്തരം ഒരു സംരംഭത്തിന് ഏകദേശം ഇന്നത്തെ അവസ്ഥയിൽ 2 ലക്ഷം രൂപയ്ക്ക് ഇത്തരം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ഞാനിത് തുടങ്ങാൻ വെച്ചു. യൂട്യൂബ് ചാനൽ കണ്ടതിനേറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. അപ്പം ഞാൻ ഈ സംരംഭത്തിന് ഒരുങ്ങുകയാണ്. അപ്പം ഇനി എല്ലാ സ്ത്രീകളും ഈ സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും. ഡീറ്റെയിൽ താഴെയുണ്ട്.